ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോക്ക് ഗുഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡെയിലി ബൂസ്റ്ററിൻ്റെ 53ാമത്തെ ദിവസമാണ്. 131/2022 എന്ന് പറയുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എക്സാമിൻ്റെ മെയിൻസ്, അതായത് ഡിഗ്രി ലെവലിൻ്റെ മെയിൻസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും. ഞാനത് വായിക്കാം. ഇത് നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യുക, നമ്മുടെ ടെലഗ്രാമിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്തിരിക്കാം ഈ ക്വസ്റ്റ്യൻ പേപ്പർ. കാര്യം ഇത് ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ ഉള്ളൂ എന്ന് കണ്ടത്. കാര്യം നമ്മുടെ ഒറിജിനൽ PDF ഫയൽ സൈറ്റിലൊന്നും കാണുന്നില്ല. എല്ലാം PSCയുടെ സൈറ്റിലൊക്കെ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഉള്ളൂ ഫോട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ദ പാസീവ് വോയിസ് ഓഫ് ദ സെന്റൻസ് ഡു ദേ സ്പീക്ക് ഫ്രഞ്ച്, ഇതാണ് നമുക്ക് വേണ്ടത്. ഡു ദേ സ്പീക്ക് ഫ്രഞ്ചിൻ്റെ നമുക്ക് എന്ത് വേണം? അതിൻ്റെ പാസീവ് ഫോം വേണം. അപ്പം നമുക്കറിയാം ഇത് എന്ത് സെൻറ്റൻസ് ആണ്. ഇതിനെ നമുക്കൊരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം അല്ലേ. അതായത് ക്വസ്റ്റ്യൻ മാർക്ക് വരുമ്പോൾ നമുക്കറിയാം ഇൻട്രോഗേറ്റീവ് ആണ്. എക്സ്ക്ലമേഷൻ വരുമ്പോൾ നമുക്കറിയാം അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണെന്നൊക്കെ, ഇമ്പരേറ്റീവ് ആണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതെന്താണ്? ഇതൊരു ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, ഇതിനെ പാസീവ് ഫോമിലോട്ട് നമുക്ക് മാറ്റുമ്പോൾ ഇവിടെ എന്ത് വേണം? ഡു ദേ സ്പീക്ക് ഫ്രഞ്ച് എന്നുള്ളതിന് നമുക്ക് ആൻസർ എന്ത് വേണം? പാസീവ് ഫോം ആകുമ്പോൾ ഈസ് ഫ്രഞ്ച് എന്ത് വേണം? സ്പോക്കൺ ബൈ ദം എന്ന് വേണം. ഓക്കെ, അപ്പോൾ ഈസ് ഫ്രഞ്ച് സ്പോക്കൺ ബൈ ദം, അതായത് ഓക്സിലറി വെർബ് വേണം. അതേപോലെ എന്താണോ നമ്മുടെ സബ്ജക്റ്റ് എന്താണോ അതേപോലെ വെർബ് എന്താണോ പ്ലസ് ഒബ്ജക്റ്റ് വേണം. ഇതാണ് നമ്മുടെ ആക്റ്റീവ് വോയിസിന്റെ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ പാസീവിലേക്ക് മാറ്റുമ്പോൾ ഓക്സിലറി വെർബ് വേണം. ആദ്യം എന്താണ് വേണ്ടത്? നമ്മുടെ ഒബ്ജക്റ്റ് വേണം. പിന്നെ എന്ത് വേണം? വെർബ് വേണം. പിന്നെയാണ് നമ്മുടെ സബ്ജക്റ്റ് അല്ലെ. ഒബ്ജക്റ്റ്, വെർബ്, സബ്ജക്റ്റ്. ഇവിടെ എന്താണ് വരേണ്ടത് ഫോർമാറ്റ് എന്ന് പറയുന്നത്? ഇവിടെ സബ്ജക്റ്റ് അതേപോലെ വെർബ് ഒബ്ജക്റ്റിന് നമ്മൾ നേരെ തിരിക്കണം. ഒബ്ജക്റ്റ്, വെർബ്, സബ്ജക്റ്റ് എന്ന ഫോർമാറ്റിലോട്ട് മാറ്റണം. അപ്പോഴാണ് നമുക്കത് പാസീവ് ഫോമിലോട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈസ് ഫ്രഞ്ച് സ്പോക്കൺ ബൈ ദം എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. എ ലോട്ട് ഓഫ് പീപ്പിൾ ഡാഷ് ദ എക്സിബിഷൻ. പീപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കതവിടെ എന്താണ്? പ്ലൂറൽ ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ എന്താ നോക്കിക്കേ, എ ലോട്ട് ഓഫ് പീപ്പിൾ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ ലോട്ട് ഓഫ് പീപ്പിൾ ഡാഷ് ദ എക്സിബിഷൻ എന്ന് പറയുമ്പോഴേക്കും ഇവിടെ നമുക്ക് വിസിറ്റ് ആണ് ആൻസർ വരേണ്ടത്. അങ്ങനെ കുറേ വാക്കുകളുണ്ട്. ഓൾ ഓഫ്, എനി ഓഫ്, ലോട്ട് ഓഫ്, പ്ലെന്റി ഓഫ്, മോസ്റ്റ് ഓഫ്, മോസ്റ്റ് സം, അങ്ങനെ കുറേ വേർഡ്സ് വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ തന്നെ ശേഷം നമുക്ക് അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ അവിടെ സിംഗുലർ വെർബ് ആയിരിക്കണം. ഓക്കെ, അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ സിംഗുലർ വെർബ്. അൺകൗണ്ടബിൾ ആണെങ്കിൽ എന്തായിരിക്കണം? അവിടെ സിംഗുലർ വെർബ് ആയിരിക്കണം. എങ്കിൽ ഇതിന് ശേഷം എന്താണ്? കൗണ്ടബിൾ ആണെങ്കിലോ, കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ അവിടെ പ്ലൂറൽ വെർബ് ആയിരിക്കണം വേണ്ടത്. ഏതൊക്കെയാണ് വാക്കുകൾ നമ്മൾ പറഞ്ഞത്? ഓൾ വരാം, പിന്നെ എന്താണ്? ഓൾ ഓഫ് വരാം, പിന്നെ എന്താണ്? എ ലോട്ട് ഓഫ് വരാം, പിന്നെ മോസ്റ്റ് ഓഫ്. ഓക്കെ, അതേപോലെ തന്നെ മോസ്റ്റ് സം ഓഫ്, പിന്നെ ഏതാണ്? പ്ലെന്റി ഓഫ്. ഓക്കെ, പ്ലെന്റി ഓഫ്, പിന്നെ എന്താണ്? നൺ ഓഫ് ഇനഫ്. ഇങ്ങനത്തെ കുറേ വേർഡ്സ് വരുന്നുണ്ട്. ഇങ്ങനത്തെ കുറേ വേർഡ്സിന് ശേഷം അൺകൗണ്ടബിൾ നൗൺ ആണ് എങ്കിൽ അവിടെ സിംഗുലർ വെർബും, അതിനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ പ്ലൂറൽ വെർബുമാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്? എ ലോട്ട് ഓഫ് പീപ്പിൾ വിസിറ്റ് ദ എക്സിബിഷൻ എന്ന് വേണം. ദ പോലീസ് ഡാഷ് 4 thieves ലാസ്റ്റ് നൈറ്റ് എന്നൊരു ഹിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലെ. കഴിഞ്ഞു പോയൊരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഇത് സിമ്പിൾ പാസ്റ്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ലാസ്റ്റ് നൈറ്റ് അതാണ് നമ്മുടെ ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് വേണം? നമ്മുടെ വെർബിന്റെ V2 ഫോം വേണം അല്ലെ. V2 ഫോം എന്ന് പറയുമ്പോൾ ഇവിടെ ഏതാണ് വരേണ്ടത്? കോട്ട് ആണ് വരേണ്ടത്. CAUGHT, കോട്ട്. ദ പീപ്പിൾ കോട്ട് 4 thieves ലാസ്റ്റ് നൈറ്റ് എന്ന് വേണം ആൻസർ ആയിട്ട് വരാൻ. പ്രാക്ടിക്കൽ വർക്ക് ഇൻക്ലൂഡിംഗ് ഫസ്റ്റ് വൺ തന്നിട്ടുണ്ട്. 50 hours എ സ്ട്രക്ചേർഡ് ഇന്റേൺഷിപ്പ് ടു മാൻ പ്രോജക്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞിരിക്കുന്നത് പ്രാക്ടിക്കൽ വർക്ക് ഇൻക്ലൂഡിങ് എന്നുള്ളതാണ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് 50 hours ഓഫ് സ്ട്രക്ചർ ഇന്റേൺഷിപ്പ് ഉണ്ട്. അടുത്ത പറഞ്ഞിരിക്കുന്നത് ടു മാൻ പ്രോജക്റ്റ്. ഇവിടെ ഏതിലാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഏതൊക്കെയാണ് തെറ്റെന്ന് പറയുന്നത്? ഇവിടെ ഫസ്റ്റും തെറ്റാണ്, അതേപോലെ തന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പൊ ഇനി അവിടെ എന്താണ് ശരിയെന്ന് നോക്കണ്ടേ? ഇവിടെ നമുക്ക് ഇൻക്ലൂഡിങ് എന്നല്ല, പ്രാക്ടിക്കൽ വർക്ക് എന്ത് വേണം? ഇൻക്ലൂഡ്സ് എന്ന് വേണം. ഓക്കെ, 50 hours ഓഫ് സ്ട്രക്ചേർഡ് ഇന്റേൺഷിപ്പ് ആർക്കാണ്? ടു മാൻ പ്രൊജക്റ്റ് അല്ല വേണ്ടത്. എന്താണ്? 4 man പ്രൊജക്റ്റ് ആണ് വേണ്ടത്. ഇതാണ് അതിന്റെ ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ്? 1ഉം 3ഉം ഇവിടെ തെറ്റാണ്.
The reported speech of the sentence Roy says I am flying a kite. Okay, I am flying a kite എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ റോയ് സേസ് ദാറ്റ്, അതായത് നമുക്കിവിടെ ഇവിടെ എന്ത് വേണം, സെയ്സ് എന്ന് പറയുന്ന വന്നുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എന്ത് വേണം, അവിടെ സെയ്സ് ദാറ്റ് എന്ന് വേണം. കാര്യം ഇവിടെ എന്താണ് റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് സെയ്സ് ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. ഇവിടെ പ്രസന്റ് ടെൻസിൽ തന്നെയാണ് ഒരു സംഭവം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ടെൻസ് മാറ്റാൻ പാടില്ല. അപ്പൊ ഇവിടെ എന്ത് വേണം, റോയ് സെയ്സ് ദാറ്റ് എന്ന് വേണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ എല്ലാത്തിലും റോയ് സെയ്സ് ദാറ്റ് തന്നെ തന്നിട്ടുണ്ട്. ഇനി എന്താണ്, ടെൻസ് മാറ്റാൻ പാടില്ല. അപ്പൊ ഇവിടെ ഈസ് പറഞ്ഞൊക്കെ എടുത്ത് അല്ലെ, ഐ ആം ഫ്ലൈയിങ് എ കൈറ്റ് എന്ന് പറയുമ്പോൾ അത് പ്രസന്റിൽ തന്നെ വേണം. അപ്പൊ ഇവിടെ വാസും ഹാസ് ബീൻ ഒന്നും ഇവിടെ ആവശ്യമില്ല. എന്ത് വേണം, റോയ് സേസ് ഹി ഈസ് ഫ്ലൈയിങ് എ കൈറ്റ് എന്ന് മതി. ഓക്കെ, ഇവിടെ ഈ ഒരു സെയ്സ് എന്ന് പറയുന്നതിലാണ് ഇവിടെ അല്ലെ ഐ ആം ഫ്ലൈയിങ് എ കൈറ്റ്, ഞാൻ ഇവിടെ കൈറ്റ് പറത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നില്ല, ടെൻസ് മാറ്റേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇതിനെ ഹി ഈസ് ഫ്ലൈയിങ് എ കൈറ്റ് എന്ന് വന്നത്. Phrasal verb of the underlined word in the sentence. How did these things happen? Happen എന്ന് പറയുമ്പോഴേക്കും അതിന്റെ phrasal verb ആണ് come about എന്ന് പറയുന്നത്. എന്താണ് come about എന്ന് പറയുമ്പോൾ എന്താണ്, to happen. ഇതാണ് ഇതിന്റെ phrasal verb ആയിട്ട് പറയുന്നത്, to happen അല്ലെ. come aboutന്റെ മീനിങ് ആണ് to happen എന്ന് പറയുന്നത്. come out എന്താണ്, come out എന്ന് പറഞ്ഞാൽ റിവീൽ ചെയ്യുക എന്നുള്ളതാണ്, പബ്ലിഷ് ചെയ്യുക, അതിനൊക്കെയാണ് come out എന്ന് പറയുന്നത്, റിവീൽ. ഓക്കെ, അതേപോലെ come across ആണെങ്കിലോ, come across means to find ആണ്, to find. അല്ലെങ്കിൽ എന്താ പറയാ, മീറ്റ് ബൈ ചാൻസ്, മീറ്റ് ബൈ ചാൻസ്, നമ്മളെന്താ ആകസ്മികമായി കണ്ടുമുട്ടി അല്ലെ, ബൈ ചാൻസ് കണ്ടുമുട്ടി എന്നൊക്കെ പറയത്തില്ല, അതിനെയാണ് നമ്മൾ കം അക്രോസ് എന്ന് പറയുന്നത്. കം ഇൻറ്റു എന്ന് പറഞ്ഞാൽ റീച്ച് ആണ്, റീച്ച്. ഓക്കെ, അപ്പൊ എന്താണ്, കം അക്രോസ് വരുമ്പോൾ ടു ഫൈൻഡ് അല്ലെങ്കിൽ മീറ്റ് ബൈ ചാൻസ് ആണ്, കം ഔട്ട് ആണെങ്കിൽ പബ്ലിഷ് ആണ്, കം ഇൻറ്റു ആണെങ്കിൽ റീച്ച് ആണ്, പിന്നെ എന്താണ് പറയുന്നത്, കം അബൌട്ട് ആണെങ്കിൽ ടു ഹാപ്പൻ ആണ്. The feminine gender of the word testator. Testatorന്റെ feminine gender എന്താണ് പറയുന്നത്, അത് ടെസ്റ്റാട്രിക്സ് ആണ്. ടെസ്റ്റാട്രിക്സ് ഒന്ന് പഠിച്ചു വെക്കണേ, റയർ ആയിട്ട് ചോദിച്ചു കണ്ടേക്കുന്നതാണ്, അപ്പൊ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി അതേപോലെ നമുക്ക് ഒന്ന് രണ്ടെണ്ണം പഠിച്ചാലോ. വിസാഡ്, വിസാഡിന്റെ എന്താണ്, വിച്ച് ആണ്, വിസാഡ് വിച്ച് ആണ്. അതേപോലെ തന്നെ നമുക്ക് പറയാം, എപ്പോഴും ചോദിക്കുന്നതാണ് ഫോക്സ്. ഫോക്സ് ആണെങ്കിൽ എന്താണ്, വിക്സൺ, ഫോക്സ് വിക്സൺ ആണ് ഫെമിനിയൻ എന്ന് പറയുന്നത്, ഇത് അതിന്റെ മസ്കുലിൻ ആണ്. അതേപോലെ തന്നെ നമുക്ക് പറയാം ഡ്യൂക്ക്. ഡ്യൂക്ക് എന്ത് വരും, ഡ്യൂക്ക് എന്ന് പറയുന്നത് ഡച്ചസ് ആണ്, ഡ്യൂക്ക് ഡച്ചസ് ആണ്. അതേപോലെ തന്നെ എംപറർ, എംപറർ എങ്ങനെയാണ് പറയേണ്ടത്, എംപറർ എന്ത് വരണം, എംപ്രസ്. എംപറർ എന്താണ് വരേണ്ടത്, എംപ്രസ് ആണ് വരേണ്ടത്. The synonym of the word compliment, ഇവിടെ COMPLE ആണ് കേട്ടോ വരേണ്ടത്. ഈ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് എന്നുള്ള മീനിങ്ങിലാണ് വരേണ്ടത്. ഓക്കെ, അതേസമയം ഇവിടെ PL കഴിഞ്ഞിട്ട് I ആയിരുന്നെങ്കിൽ നമുക്കറിയാം കോംപ്ലിമെന്റ് കൊടുക്കുക എന്നുള്ള ആ ഒരു മീനിങ് വരത്തില്ലേ, ആ മീനിങ്. അപ്പൊ ഇവിടെ എന്താണ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്, കംപ്ലീറ്റ് എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കാം. The one word for a movement of one word for എന്താണ്, എ മൂവ്മെന്റ് ഓർ സീരീസ് ഓഫ് മൂവ്സ് റിക്വയർ സ്കിൽസ് ആൻഡ് കെയർ, അതിനെ പറയുന്ന പേരാണ് മാനുവർ. മാനുവർ എന്ന് പറയുമ്പോൾ ഏതാണ് വരേണ്ടത്, ഓപ്ഷൻ ഡി ആണ് മാനുവർ. ഇതാണ് അതിന്റെ സ്പെല്ലിങ്, എന്താണ് MANOEUVRE, ഇതാണ് അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. The study of ancient writing and scriptures is called, എന്താണ്, അതിനെ പറയുന്ന പേരാണ് പാലിയോഗ്രഫി എന്ന് പറയുന്നത്. എന്താണ്, പാലിയോഗ്രഫി. അപ്പൊ എന്താണ് ഓർത്തോഗ്രഫി എന്ന് പറഞ്ഞാൽ, ഓർത്തോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ അക്സെപ്റ്റഡ് വേ ഓഫ് സ്പെല്ലിംഗ് ആൻഡ് റൈറ്റിംഗ് വേർഡ്സ് ആണ്, അതിനെയാണ് നമ്മൾ ഓർത്തോഗ്രഫി എന്ന് പറയുന്നത്. അതേപോലെ എപ്പിഗ്രഫി എന്താണ്, എപ്പിഗ്രഫി എന്ന് പറയുന്നത് ഈ കല്ലിലൊക്കെ കൊത്തുന്നില്ലേ അതിന്റെ പഠനമാണ്, അതായത് ഇൻസ്ക്രിപ്ഷൻ ഓൺ റോക്സ്, പില്ലേഴ്സ്, അതിനെയൊക്കെയാണ് നമ്മൾ എപ്പിഗ്രഫി എന്ന് പറയുന്നത്. ലെക്സിക്കോഗ്രഫി എന്ന് പറഞ്ഞാൽ ലെക്സിക്കൻ ഗ്രാമർ, നമ്മൾ PSCയിൽ പഠിക്കുന്നുണ്ട്, ലെക്സിക്കൻ ഗ്രാമർ എഴുതിയത് ആളാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ലെക്സിക്കോഗ്രഫി എന്ന് പറഞ്ഞാൽ ശരിക്കും ഗ്രാമർ, ഈ നിഘണ്ടു നമ്മുടെ ഡിക്ഷണറി ഉണ്ടാക്കുന്നതായിട്ട് ബന്ധപ്പെട്ടതാണ്. താഴെ പറയുന്നവയിൽ പ്രയോജക ക്രിയാരൂപം ഇല്ലാത്ത പദമേത്. അപ്പൊ നമുക്കറിയാം, അത് നമുക്ക് കേവല ക്രിയയുണ്ട്, പ്രയോജക ക്രിയയുണ്ട്. എന്താണ് കേവല ക്രിയ എന്ന് പറയുന്നത്, കേവലം എന്ന് പറയുമ്പോൾ മറ്റൊരാളുടെ എന്താണ് പരപ്രേരണയൊന്നും ഇല്ലാത്തതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കേവലം എന്ന് പറയുന്നത്. പ്രയോജക എന്ന് പറയുമ്പോൾ പരപ്രേരണയോടുകൂടിയതാണ്, പ്രയോജക ക്രിയ എന്ന് പറയുന്നത് പരപ്രേരണയോടുകൂടിയതാണ്. ഇപ്പൊ എന്താണിത്, എക്സാമ്പിൾ പറഞ്ഞു തരാം. ഉറങ്ങുന്നു, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന അല്ലെ, ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ആരുടെയും പ്രേരണ ഇല്ലാണ്ട് നമ്മൾ ഉറങ്ങുന്നു. ഓക്കെ, അതേസമയം ഉറക്കുന്നു എന്ന് പറഞ്ഞാലോ, നമ്മൾ അല്ലെ മറ്റൊരാളെ നമ്മൾ ഉറക്കുന്നു, അവിടെ ഒരു പരപ്രേരണയുണ്ട് അല്ലെ. അതേപോലെ ഉണ്ണുന്നു,
ഓക്കെ, ഉണ്ണുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ അതേപോലെ തന്നെ ഊട്ടുന്നു എന്ന് പറഞ്ഞാലോ, ഊട്ടുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ പ്രേരണയോട് കൂടിയതാണ്. അപ്പൊ ഇവിടെ എന്താണ്, പ്രയോജക ക്രിയാരൂപം ഇല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. ഉറങ്ങുന്നു, അതേപോലെ നേടുന്നു, അതേപോലെ തന്നെ എന്താണ്, നിറയുന്നു, തിന്നുന്നു. ഇപ്പൊ ഉറങ്ങുന്നു, നമുക്കതിന് എന്ത് പറയാം, ഉറക്കുന്നു എന്ന് പറയാം അല്ലെ. നിറയുന്നു, നമുക്ക് എന്ത് പറയാം, നിറക്കുന്നു എന്ന് പറയാം പ്രയോജക ക്രിയയായിട്ട്. തിന്നുന്നു, നമുക്ക് തിന്നിക്കുന്നു എന്ന് പറയാം. ഇവിടെ എന്താണ്, നേടുന്നു, അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ പ്രയോജക ക്രിയാരൂപം ഇല്ലാത്തത് ഏതാണ്, നേടുന്നു ആണ്. ശരിയായ വാക്യം അഥവാ വാക്യങ്ങൾ. അദ്ദേഹം ലബ്ധപ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ്. അദ്ദേഹം പ്രതിഷ്ഠ നേടിയ സാഹിത്യകാരനാണ്. ഇതിവിടെ ശരിയാണ്, പ്രതിഷ്ഠ നേടിയ സാഹിത്യകാരൻ. അദ്ദേഹം ലബ്ധപ്രതിഷ്ഠ ആർജിച്ച സാഹിത്യകാരനാണ്. അതവിടെ തെറ്റാണ്. അദ്ദേഹം ലബ്ധപ്രതിഷ്ഠനായ സാഹിത്യകാരനാണ്. ഇവിടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഏതാണ്, 2ഉം 4ഉം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. സ്വർണ്ണ നിറമുള്ളവൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശബ്ദത്തിന്റെ ശരിയായ രൂപം ഏത്? സ്വർണ്ണ നിറമുള്ളവളാണ് ആര്? രുക്മിണി. രുക്മിണി, ഇതാണ് കേട്ടോ, രുക്മിണി. രുക്മിണി, ഇതിനെയാണ് സ്വർണ്ണ നിറമുള്ളവൾ എന്ന അർത്ഥം വരുന്നത്, രുക്മിണിയാണ്. ശരിയായ പ്രയോഗം പ്രവർത്തന പരിചയം അല്ല, പ്രവൃത്തി പരിചയമാണ് അല്ലേ നമ്മൾ പറയുന്നത്. പ്രവൃത്തി പരിചയമുള്ളവരെ പരിഗണിക്കും, പ്രവർത്തന പരിചയമുള്ളവരെ പരിഗണിക്കും, പ്രവൃത്തി പരിചയം. ഇവിടെ ഏതാണ്, ഇതാണോ ഇതാണോ നോക്കിയാൽ മതി. ഓപ്ഷൻ ഡി ആണ്, പ്രവൃത്തി പരിചയമാണ്. പ്രവൃത്തി പരിചയമുള്ളവരെ പരിഗണിക്കും എന്നുള്ളതാണ്. അഭിനേതാവ് എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം ഏത്? അഭിനേതാവ് എന്താണ് വരേണ്ടത്? അഭിനേത്രി അല്ലെ. അത് ഏതാണ് അഭിനേതാവിന്റെ സ്ത്രീലിംഗ രൂപമായിട്ട് വരേണ്ടത്? ഓക്കെ, അവിടെ ഏതാണ്? ഓപ്ഷൻ സി, അഭിനേത്രി. ഇതാണ് അതിന്റെ സ്ത്രീലിംഗ രൂപമായിട്ട് വരേണ്ടത്. അപ്പൊ നമുക്ക് കുറച്ച് നോക്കിയാലോ, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതൊക്കെ നമുക്കൊന്ന് റീകളക്ട് ചെയ്ത് നോക്കിയാലോ. മഹാൻ, എന്താണ് അതിന്റെ സ്ത്രീലിംഗ രൂപം എന്ന് പറയുന്നത്? മഹതി. ഓക്കെ, അതേപോലെ രക്ഷകൻ. രക്ഷകൻ, എന്താണ് അതിന്റെ സ്ത്രീലിംഗ രൂപം? രക്ഷിക. ഓക്കെ, ജാമാതാവ്. ജാമാതാവ് എപ്പോഴും ചോദിക്കുന്നതാണ്. എന്താണ് ജാമാതാവിന്റെ സ്ത്രീലിംഗം? സ്നുഷ അല്ലെ. സിംഹം, സിംഹമാണെങ്കിൽ എന്ത് വരും? സിംഹി. ഓക്കെ, പിന്നെ എന്ത് വരാം നമുക്ക്? രോഗി. രോഗി, അതിന്റെ സ്ത്രീലിംഗ രൂപമാണ് രോഗിണി. രോഗി, രോഗിണിയാണ്. പിന്നെ എന്ത് പറയാം? ഏകാഗി. ഏകാഗി, എന്ത് പറയാൻ പറ്റും? ഏകാകിനി. ഏകാഗി, ഏകാകിനിയാണ്. ഓക്കെ, അടുത്തത് എന്ത് പറയാം? വിദ്വാൻ. വിദ്വാൻ എന്ത് പറയാം? വിദുഷി. വിദ്വാൻ, വിദുഷിയാണ്. ഓക്കെ, അടുത്തതാണ് പ്രഭു. എന്ത് പറയാനായിട്ട് പറ്റും? പ്രഭു, പ്രഭ്വിയാണ്. പ്രഭ്വി. ഓക്കെ, നിരൂപകൻ. നിരൂപകൻ, എന്ത് പറയാം? നിരൂപകൻ എന്താണ്? നിരൂപിക. നിരൂപിക. ഓക്കെ, അതേപോലെ ലേഖകൻ. ലേഖകൻ, എന്ത് പറയാം? ലേഖിക. ലേഖിക. ഓക്കെ, പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒന്നുണ്ടല്ലോ, കവി. എന്താണ് കവിയുടെ വരേണ്ടത്? കവ, യാവള്ളി, താവള്ളി. കവയിത്രി. ഓക്കെ, ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന ഇംഗ്ലീഷ് ശൈലിക്ക് മലയാളത്തിലാക്കുമ്പോൾ സ്വീകരിക്കാവുന്ന ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് പറയുന്നത് തർക്ക വിഷയത്തെയാണ് പറയുന്നത്. ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്. കർട്ടൻ ലെക്ചർ എന്താണ്? തലയണ മന്ത്രം. നമ്മൾ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതേപോലെ ഹോം ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്രിയ സത്യമാണ് ഹോം ട്രൂത്ത്. ഐവറി ടവർ. ഐവറി ടവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദന്തഗോപുരമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കാണാൻ ആഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥം വരുന്നത് നമ്മൾ ഒത്തിരി തവണ പഠിക്കുന്നുണ്ട്. കാണാൻ ആഗ്രഹിക്കുന്നവൻ ആരാണ്? ദിദൃക്ഷു അല്ലെ. കാണാൻ ആഗ്രഹിക്കുന്ന ദിദൃക്ഷു. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപ്പടിഷു അല്ലെ. പിപ്പടിഷു. ഓക്കെ, ആരാണ് പരധാരം? പരകായം എന്ന് പറഞ്ഞ അന്യന്റെ ശരീരമാണ്. അപ്പൊ പരധാരമാണ്. പരധാരം എന്താണ്? അന്യന്റെ ഭാര്യയാണ് പരധാരം എന്ന് പറയുന്നത്. ആരാണ് ഹതാശൻ? ഹതാശൻ, ആശ നശിച്ചവനാണ് ഹതാശൻ എന്ന് പറയുന്നത്. എന്താണ് ആർഷം എന്ന് പറഞ്ഞാൽ? ഋഷിയെ സംബന്ധിച്ചതാണ് ആർഷം എന്ന് പറയുന്നത്. എന്താണ് ദൗത്യം അല്ലെ. ദൗത്യം എന്ന് പറഞ്ഞാൽ ദൂതന്റെ പ്രവൃത്തിയാണ് ദൗത്യം. ശൈശവം, എന്താണ് ശൈശവം എന്ന് പറഞ്ഞാൽ? ശിശുവായിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ശൈശവം എന്ന് പറയുന്നത്. ഓക്കെ, വിദ്യാർത്ഥിക്കുന്നവനാണ് ആര്? വിദ്യാർത്ഥി. വിദ്യാർത്ഥിക്കുന്നവനാണ് ആര്? വിദ്യാർത്ഥി എന്ന് പറയുന്നത്. ആരാണ് ബുഭുക്ഷു? ബുഭുക്ഷു എന്ന് പറഞ്ഞാൽ ആരാണ്? ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു എന്ന് പറയും. കാണാൻ ആഗ്രഹിക്കുന്നവനാരാണ്? ദിദൃക്ഷു ആണ്. ജയിക്കാൻ ആഗ്രഹിക്കുന്നവനാരാണ്? ജിഗീഷു ആണ്. മോക്ഷം ആഗ്രഹിക്കുന്നവനാരാണ്? മുമുക്ഷു ആണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപ്പടിഷു. അന്യന്റെ ഭാര്യ പരധാരം.
ആശ നശിച്ചവൻ ഹതാശൻ, ഋഷിയെ സംബന്ധിച്ചത് ആശ്രം, ദൂതന്റെ പ്രവൃത്തിയാണ് ദൗത്യം, ശിശുവായിരിക്കുന്ന അവസ്ഥയാണ് ശൈശവം എന്ന് പറയുന്നത്. എന്റെയും നിന്റെയും ഇവ ചേർത്ത് എഴുതുമ്പോൾ അല്ലെ, നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും അല്ലെ, എന്റെയും നിന്റെയും എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് വരേണ്ടത്, എന്റെയും നിന്റെയും. മരം പ്ലസ് എന്താ പറയുന്നത്, മരം പ്ലസ് എന്നാണെങ്കിൽ എന്ത് പറയും, മരവും അല്ലെ. അതേപോലെ തന്നെ കാലം പ്ലസും കാലവും. അപ്പൊ അതേപോലെ എൻ്റെ പ്ലസും എന്റെയും, നിന്റെ പ്ലസും നിന്റെയും. താഴെ പറയുന്നവിൽ രൂപക സമാസത്തിന് ഉദാഹരണം ഏതെന്നാണ് ചോദിക്കുന്നത്. രൂപക സമാസം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് വേണം, ആകുന്ന എന്നൊരു വാക്ക് വേണം. ഓക്കെ, അപ്പൊ പാദ പങ്കജം എന്ത് വരണം, പാദമാകുന്ന പങ്കജം. അല്ല, ആകുന്ന എന്ന് വന്നു കഴിഞ്ഞാൽ അത് എന്താണ്, രൂപക സമാസമാണ്. ആകുന്ന, രൂപക സമാസം. ഓക്കെ, അപ്പൊ എന്ത് വേണം, അതായത് നമ്മൾ പൂർവോത്തരങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് രണ്ട് ഇതുണ്ടല്ലേ, പൂർവ്വപദവും ഉണ്ട് ഉത്തരപദവും ഉണ്ട്. അതിനെ നമ്മൾ വിഗ്രഹിക്കുമ്പോൾ ആകുന്ന എന്ന് വരുവാണെങ്കിൽ അതിനെ രൂപക സമാസം എന്ന് പറയും. അപ്പൊ നമുക്ക് എന്ത് പറയാം, വിരൽ മൊട്ട്, വിരലാകുന്ന മൊട്ട്. ഓക്കെ, അതേപോലെ തന്നെ എന്ത് പറയാം, കാലചക്രം, കാലമാകുന്ന ചക്രം എന്നൊക്കെ പറയാം. ഓക്കെ, മരച്ചില്ല, മരത്തിന്റെ ചില്ലയാണ്. തണ്ടാർ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എന്ത് വരും, തൺ പ്ലസ് താറാണ് തണ്ടാർ. തൺ പ്ലസ് താർ, ഇതാണ് പിരിച്ചെഴുതുമ്പോൾ തണ്ടാർ എന്ന് പറയുമ്പോൾ എന്താണ്, തൺ പ്ലസ് താറാണ്. ഇനി മാത്സ് ആണ് വരേണ്ടത്. മാത്സിന്റെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും തന്നിരിക്കുന്നത് അല്ലെ. 6.4 × 6.4 വലിയൊരു നമ്പറാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് മാത്സിന്റെ ബേസിക് കുറച്ച് റൂൾസ് ഉണ്ട്. ഇതിന് നമ്മൾ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കറിയാം ഇവിടെ എന്ത് വന്നു, 6.4 a അല്ലെ. അതായത് ഇത് a³ ആണ്. മൈനസ് ഇതിന് നമ്മൾ ബി കൊടുത്താൽ ഇത് ബി എന്ന് കിട്ടി. അപ്പൊ ഇതിന് നമുക്ക് എന്ത് കൊടുക്കാം, b³ എന്ന് കൊടുക്കാം. ഇനി ഇവിടെ എന്താണ്, ഇത് a ഇത് a. സോ ഡിവൈഡഡ് ബൈ എന്ത് വരും, a² പ്ലസ് ഇവിടെ എന്താണ് ab അല്ലെ, a² പ്ലസ് ഇവിടെ എന്ത് വരും ab പ്ലസ് ഇവിടെ എന്താണ്, ഇത് b ആണ് ഇത് b ആണ്. സോ b² എന്ന് കിട്ടി. ബ്രാക്കറ്റ് ഇട്ടു. നമുക്ക് അടുത്ത് എന്ത് വന്നു, ഇവിടെ എന്താണ്, ഇത് a² മൈനസ് b² എന്ന് വന്നു. a² മൈനസ് b². ഈ ഒരു ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് അറിയേണ്ട ഒരു ഐഡന്റിറ്റി ഉണ്ട്. a³ മൈനസ് b³ എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ a മൈനസ് b ഇൻറ്റു എന്താക്കി മാറ്റാം, a² പ്ലസ് ab പ്ലസ് b² എന്നൊരു ഫോർമാറ്റിലേക്ക് നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. ഏത് ഇക്വേഷനെ, a³ മൈനസ് b³ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് എഴുതാം, a² പ്ലസ് ab പ്ലസ് b² ഓൾറെഡി ഉണ്ട് ഇവിടെ, ഇൻറ്റു a² മൈനസ് b² നമുക്ക് എന്ത് എഴുതാം, a പ്ലസ് b ഇൻറ്റു a മൈനസ് b എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ഇവിടുത്തെ a മൈനസ് b കട്ടായി പോകും, ഇവിടുത്തെ ഇതും കൂടി കട്ടായി പോകും. ബാക്കി എന്ത് വരും, 1/a പ്ലസ് b എന്ന് വരും. അതായത് 1/a എന്ന് പറയുന്നത് 6.4 പ്ലസ് 3.6 എന്ന് വരും. ആൻസർ ഇവിടെ എന്ത് വരും, 1/10 എന്ന് വരും. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. ഇത് ആ ഒരു ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എളുപ്പമാണ് ചെയ്യാനായിട്ട്. പക്ഷെ ആ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ കുറെ ഇക്വേഷൻസ് ഉണ്ട് നമുക്ക് പഠിക്കാൻ, അതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണേ. ഒരു സാധനം 182 രൂപയ്ക്ക് വിറ്റാൽ അത് 90% നഷ്ടം, 9% നഷ്ടം. 9% എന്ന് പറയുമ്പോൾ എത്രയാകും, നമ്മൾ എപ്പോഴും 100ലാണ് പറയുന്നത്. 9% നഷ്ടം എന്ന് പറയുമ്പോൾ അത് 91ആണ്. അതായത് ഈ പറയുന്ന 91% തന്നിരിക്കുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്, 9% ലാഭം നേടുന്നതിന് അതിന്റെ വിൽപ്പന വില എത്രയായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 9% ലാഭം എന്ന് പറയുമ്പോൾ എത്രയാണത്, 109% ആകണമെങ്കിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം. ഇതെന്ത് ചെയ്യണം, ക്രോസ് ചെയ്യണം. 2 ഉള്ളതിനെ മുകളിൽ എഴുതണം, 1 ഉള്ളതിനെ താഴെ എഴുതണം. ഇതും കൂടി കട്ടായി പോകും 2 തവണ. 109ഉം 2 തവണ എന്ന് പറയുമ്പോൾ 209 9 18 അല്ലെ, 218 വരും. ഓപ്ഷൻ സി. അപ്പൊ എത്രയാണ്, 182 രൂപയ്ക്ക് വിറ്റാൽ 9% നഷ്ടം വരും, 218 രൂപയ്ക്ക് വിറ്റാൽ 9% എന്ത് വരും, ലാഭം വരും. ഓക്കെ, ഒരു ക്രിക്കറ്റ് മത്സരത്തിന്റെ ആദ്യ 10 ഓവറിൽ റൺ റേറ്റ് 3.8 ആയിരുന്നു. ബാക്കി 40 ഓവറിൽ എത്ര റൺ റേറ്റ് ഉണ്ടെങ്കിൽ 288 റൺസ് ലക്ഷ്യത്തിലെത്തുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 10 ഓവർ കഴിഞ്ഞു. അതായത് നമുക്കറിയാം ഒരു ഓവറിൽ 3.8 എടുത്തു എന്നാണ് ഈ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 10 ഓവറിൽ എത്ര വരും, 10 × 3.8 എന്ന് പറയുന്നത് 38 റണ്ണ് ഓൾറെഡി 10 ഓവറോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്ക് എത്ര വേണം? റൺ റേറ്റ് 288 നമ്മുടെ ലക്ഷ്യം അല്ലെ. അപ്പൊ 288 ലക്ഷ്യമാണെങ്കിൽ ഓൾറെഡി നമ്മൾ 38 റൺ എടുത്തു കേട്ടാ. അപ്പൊ ഇവിടെ എത്ര വരും? 5 280 റണ്ണ് നമുക്കിനി മതി. എത്രയുണ്ട്? 40 ഓവർ ഉണ്ട് നമുക്ക്. അവിടെ എന്ത് വേണം? 250 റണ്ണ് വേണം. അപ്പൊ അതിന്റെ ആവറേജ് എത്ര വേണം? ആവറേജ് എത്ര എടുത്താലാണ് ഈ കിട്ടുന്നത് നോക്കിയാൽ മതി. അതായത് 250 ടോട്ടൽ, ഡിവൈഡ് ബൈ 40 ചെയ്യുക. 0 കൂടി കട്ടായി പോകും. 25 ഡിവൈഡ് ബൈ 4 വരും. 25 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 6 4 24, 6.24 അല്ലേ? 6 ഇവിടെ എത്ര വരും? ശിഷ്ടം 1 വരും. 1 എന്ന് പറയുമ്പോൾ നോക്കിക്കേ, 6 4 കൊണ്ടല്ലേ, 6 4 24, 1 വരും. ഇവിടെ എന്ത് ചെയ്യണം? പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇവിടെ 0 ഇട്ട് കൊടുക്കുക. 4ൽ 2 തവണ. ബാക്കി ഇവിടെ എത്ര വരും? ഇവിടെ 8 വരും. 2 0 ഇട്ട് കൊടുക്കുക. 5 വരും. 6.25 ആണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇതുവരെയും കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഓവറിൽ ഏകദേശം 3.8 റണ്ണേ വരുന്നുള്ളൂ. അങ്ങനെ പറ്റില്ല. 6.25 റണ്ണെങ്കിലും എടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ കളി നമുക്ക് വിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു ജോലി തീർക്കാൻ എ ഒറ്റയ്ക്ക് 10 ദിവസവും നോക്കാം. നമുക്ക് എ ഒറ്റയ്ക്ക് 10 ദിവസം വേണം. ബി ഒറ്റയ്ക്ക് 20 ദിവസം വേണം. സിയുടെ സഹായം ഉണ്ടെങ്കിൽ അവർ 4 ദിവസം കൊണ്ട് ജോലി തീർക്കും. അതായത് എയും ബിയും ഉണ്ട്, അവിടെ നമുക്ക് എന്താണ്? സിയുടെ സഹായവും കൂടി ഉണ്ടെങ്കിൽ അവർ 4 ദിവസം കൊണ്ട് ജോലി തീർക്കും. എങ്കിൽ സി ഒറ്റയ്ക്ക് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ LCM കണ്ടുപിടിച്ച് വർക്ക് കണ്ടുപിടിക്കാം. LCM എത്ര വരും? 20 വരും അല്ലെ. ഇവിടെ LCM കണ്ടുപിടിക്കാൻ ഏറ്റവും വലിയ സംഖ്യ എടുത്ത് നോക്കാം. ഇവിടുത്തെ 20 ആണ്. 20നെ ഈ രണ്ട് നമ്പേഴ്സ് കൊണ്ടും കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതായിരിക്കും LCM എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിന്റെ ഇരട്ടി എടുത്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 10 20 4 ഇങ്ങനെ ചെയ്ത് നോക്കാം. നമുക്കിവിടെ 2 കൊണ്ട് കട്ട് ചെയ്യാം. 5 10 2 എന്ന് വരും. എഗെയിൻ നമുക്കിവിടെ 5 കൊണ്ട് ചെയ്യുമ്പോൾ 2 1 2 എന്ന് വരും. 1 2 2 എന്ന് വരും. ഓക്കെ, എഗെയിൻ നമുക്ക് 2 കൊണ്ട് ചെയ്യാം. 1 1 1 എന്ന് വരും. 5 × 4 20 ആണ്. ഇതാണ് LCM എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എയുടെ എഫിഷ്യൻസി. എന്ന് പറയുമ്പോൾ എത്രയാണ്? 20 ഡിവൈഡ് ബൈ 10 എന്ന് പറയുന്നത് 2 ആണ് എയുടെ എഫിഷ്യൻസി. ഓക്കെ, അല്ലെങ്കിൽ ബിയുടെ എഫിഷ്യൻസി എത്ര വരും? ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 20 ഡിവൈഡ് ബൈ 20 ആണ്, 1 ആണ്. എയുടെയും ബിയുടെയും സിയുടെയും കൂടെ എഫിഷ്യൻസി എത്രയാണ്? 20 ഡിവൈഡ് ബൈ 4 ആണ്. എത്ര വരും? 5 വരും. ഓക്കെ, നമുക്ക് സിയുടെ ഒറ്റയ്ക്കല്ലേ വേണ്ടത്. എയുടെ നമുക്കറിയാം 2 ആണെന്ന് നമുക്ക് കിട്ടി. ബിയുടെ എഫിഷ്യൻസി 1 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സിയുടെ എഫിഷ്യൻസി എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. സിയുടെ എഫിഷ്യൻസി എത്ര വരും അല്ലെ? സിയുടെ എഫിഷ്യൻസി 5 - 3 2 വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സി ഒറ്റയ്ക്ക് ആ ജോലി ചെയ്ത് തീർക്കാൻ എത്ര ദിവസം വേണം. അപ്പൊ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 20 ആണ്. സിയുടെ എഫിഷ്യൻസി 2 ആണ്. സോ ടോട്ടൽ സിക്ക് എത്ര ദിവസം വേണം? 10 ദിവസമാണ് ആ ജോലി ചെയ്ത് തീർക്കാനായിട്ട് സിക്ക് ആവശ്യമായിട്ടുള്ളത്. എല്ലാ വർഷവും 10% റേറ്റിൽ ഒരു മെഷീന്റെ മൂല്യം കുറയുന്നു. 3 വർഷം മുൻപാണ് ഇത് വാങ്ങിയതെങ്കിൽ ഇപ്പോഴത്തെ മൂല്യം 10,935 ആണെങ്കിൽ വാങ്ങിയ വില നമുക്ക് എക്സ് ആക്കി കൊടുത്താൽ ഇവിടെ എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്? ഈ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുമെന്നാ പറയുന്നത്. അതായത് ഈ പറയുന്ന ഈ എക്സ് ആണ് നമ്മുടെ വാങ്ങിയ വില. അതിന്റെ 90/100 ആകും ആദ്യത്തെ വർഷം. വീണ്ടും എന്ത് ചെയ്യും? 90/100 ആകും അടുത്ത വർഷം. വീണ്ടും 90/100 ആകും അടുത്ത വർഷം. ഈ എമൗണ്ട് ആണ് ഈ പറയുന്ന 10,935 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വാങ്ങിയ വില കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? 0 ഒക്കെ കട്ട് ചെയ്ത് കളയാം അല്ലെ. ഈ 0 ഇതും കൂടി കട്ടായി പോകും, ഇതും കൂടി കട്ടായി പോകും. ഇവിടെ ആൻസർ എങ്ങനെ വരും? എക്സ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? 10,935 ഇൻറ്റു 100 × 10 ഡിവൈഡഡ് ബൈ 9 × 9 × 9 എന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് കളയാം. 9 കൊണ്ട് കട്ട് ചെയ്യുമ്പോഴേക്കും 9 5 9 1 10 10 15 18 18 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ 9 കൊണ്ട് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇവിടെ എത്ര തവണ? 1 തവണ. ബാക്കി 1 വരും. 19ൽ 2 തവണ അല്ലെ. 2 എന്ന് പറയുമ്പോഴേക്കും ബാക്കി വീണ്ടും 1 വരും. ഇവിടെ എത്ര തവണ? വീണ്ടും ഇവിടെ 1 തവണ വരും അല്ലെ. ബാക്കി ഇവിടെ ശിഷ്ടം 4 വരും. 45ൽ എത്ര തവണ? 9 5 45 വരും. 1215 കിട്ടി. 5 1 6 6 1 7 7 2 9. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? 9 കൊണ്ട് കട്ട് ചെയ്യാം. 9 കൊണ്ട് കട്ടാകുമ്പോൾ ഇവിടെ 1 തവണ വരും. ബാക്കി ഇവിടെ 3 വരും. 31 എന്ന് വരുമ്പോൾ എത്ര വരും? 9 3 27 അല്ലേ. 3 വരും. 27 കഴിഞ്ഞാൽ ബാക്കി 4 വരും. 45ൽ എത്ര തവണയുണ്ട്? 9 5 45. 5 3 8 8 1 9. വീണ്ടും നമുക്ക് 9 കൊണ്ട് കട്ട് ചെയ്യാം. ഇവിടെ എത്ര വരും? 15 വരും.
അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 15 × 100 × 10 എന്ന് വരും. അതായത് 15, അല്ലേ? ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. 15,000 രൂപയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ വാങ്ങിയ വില എന്ന് പറയുന്നത്. വിട്ടുപോയത് പൂരിപ്പിക്കാൻ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അജയ് തെക്കോട്ട് 20 മീറ്റർ നടന്നു. ക്വസ്റ്റ്യൻ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം, ഞാൻ ജസ്റ്റ് പറയാം. അജയ് തെക്കോട്ട് 20 മീറ്റർ നടന്നു. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? നോർത്ത് സൗത്ത് ഒക്കെ അടയാളപ്പെടുത്തുക. നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. അജയ് തെക്കോട്ട് 20 മീറ്റർ നടന്നു. പിന്നെ അയാൾ ഇടത്തോട്ട് തിരിഞ്ഞു. നമുക്കറിയാം ക്ലോക്ക് വൈസ് ആണ് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഇടത്തോട്ട് 15 മീറ്റർ നടന്നു. അവിടെ നിന്ന് വീണ്ടും വലത്തോട്ട് എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആണ്, മുകളിലോട്ട് 20 മീറ്റർ നടന്നു. വീണ്ടും അയാൾ വലത്തോട്ട് തിരിഞ്ഞ് 25 മീറ്റർ നടന്നു. എങ്കിൽ അയാൾ തുടങ്ങിയെടുത്തുന്ന ഏത് ഡിസ്റ്റൻസിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 25 ആണ്, ഇത് 15 ആണ്. സോ ആൻസർ എത്ര വരണം? 40 വരണം. 40 ഉള്ള ഒറ്റൊരു ആൻസറേ ഉള്ളൂ, ഇതേ കിടക്കുന്നു, അല്ലെ? 40 മീറ്റർ ഈസ്റ്റ് കറക്റ്റ് ആണ്. തുടങ്ങിയെടുത്തുനിന്ന് കിഴക്കോട്ടാണ്. നെക്സ്റ്റ് നോക്കാം. 3, 6, 11, 18 എന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 3നോട് 3 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. 6നോട് നമുക്ക് 5 കൂട്ടിയപ്പോൾ നമുക്ക് 11 കിട്ടി. 11നോട് നമുക്ക് 7 കൂട്ടിയപ്പോൾ 18 കിട്ടി. സോ 18നോട് നമുക്ക് എന്ത് കൂട്ടണം? 9 കൂട്ടി 27 എഴുതണം. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. ബ്രെയിൻ കണ്ണാടിയിലെ പ്രതിഫലന ചിത്രം കണ്ടുപിടിക്കുക. ബ്രെയിൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഓപ്ഷൻ ഡി. ഇതാണ് വരേണ്ടത്. ഇവിടെ ഇത് നോക്കിയാൽ മതി. ഇത് രണ്ടും കൂടി ഇങ്ങനെ അടുത്ത് വരുന്നത് നോക്കിയാൽ മതി. ഈ ഒരു സംഭവങ്ങൾ അങ്ങനെ വരുന്നത് ആകപ്പാട് ഇതിനും മാത്രമേ ഉള്ളൂ. അങ്ങനെ വെച്ച് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ ബ്രെയിൻ ഇതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. മാംഗോ എന്ന വാക്ക് LBMHN എന്ന ഒരു കോഡ് ഭാഷയിൽ എഴുതിയാൽ ഫ്രൂട്ട് എന്നത് എങ്ങനെ എഴുതാം? മാംഗോ MANGO എങ്ങനെ എഴുതാം? LBMHN ആണ്. അതായത് M കഴിഞ്ഞിട്ട് എന്താണ്? -1 ആണ്. A കഴിഞ്ഞിട്ട് +1 ചെയ്തപ്പോൾ B കിട്ടി. MN ഇവിടെ -1 ചെയ്തു. G കഴിഞ്ഞ് +1 ആണ്, അല്ലെ? 1 കൂട്ടുമ്പോഴാണ്. O കഴിഞ്ഞാൽ -N ആണ്, അല്ലെ? NO എന്നല്ലേ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രൂട്ടിനെ എങ്ങനെ എഴുതാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രൂട്ട് ആദ്യം എന്താ ചെയ്യേണ്ടത്? -1. സോ E ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇതങ്ങ് വെട്ടിക്കളഞ്ഞു. ഇനി 6 കഴിഞ്ഞാൽ എന്ത് വേണം? +1 വേണം. സോ S ആണ് അടുത്തത് വരേണ്ടത്. ഇതും അങ്ങ് കട്ട് ചെയ്തു. നെക്സ്റ്റ് U എന്ന് പറഞ്ഞാൽ -1 വേണം. അപ്പോൾ എന്താണ്? STU, അല്ലെ? യുവിന് തൊട്ട് മുമ്പുള്ളത് T ആണ്. സോ ഇതും അങ്ങ് കട്ട് ചെയ്തു. ആൻസർ ഏതാണ്? ESTJS ആണ്, അല്ല? I കഴിഞ്ഞ് +1 എന്ന് പറയുമ്പോൾ J വരും. Tക്ക് തൊട്ട് മുമ്പ് എന്ന് പറയുമ്പോൾ S വരും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിരിക്കാം. അതും കൂടി ഒന്ന് കണ്ട് ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്